ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഈ ഇടവക തിരുനാളിൻ്റെ മംഗളങ്ങൾ, ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആദ്യമേ തന്നെ നേരുകയാണ്. ഒപ്പം പരിശുദ്ധ അമ്മയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ അൽഫോൻസാമ്മയോടുമുള്ള നമ്മുടെ ബഹുമാനവും ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്ന ദിവസങ്ങളാണല്ലോ. ഇവരുടെയൊക്കെ മാധ്യസ്ഥമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് ശക്തി തരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം. ഇന്നിവിടെ ആയിരിക്കാൻ തമ്പുരാൻ കൃപ തന്നതിന്. നമുക്കറിയാവുന്നവരെ തിരുനാളിൻ്റെ പ്രധാന ദിവസങ്ങളിൽ നമ്മൾ പ്രദക്ഷിണമൊക്കെ നടത്തും. നിങ്ങൾ പ്രദക്ഷിണമൊക്കെ നടത്താൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കാമെന്ന് എനിക്കറിയാം. കുട്ടികളൊക്കെ അല്ലെ, അലങ്കാരങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും മാനസികമായിട്ടും ഭൗതികമായിട്ടെല്ലാം ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന സമയമാണ്. ചിലപ്പോഴൊക്കെ ചിന്തകൾ റൂട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും അല്പസമയം കർത്താവിൻ്റെ വചനത്തോട് നമുക്ക് ചേർത്ത് നിൽക്കാം. അതുകൊണ്ട് നമ്മൾ നടത്തുന്ന പ്രദക്ഷിണം വെറും ഒരു പ്രദക്ഷിണമല്ല എന്ന് പറഞ്ഞാൽ, ഈ പള്ളിയിൽ നിന്ന് ആ കവല വരെയുള്ള വെറും ഒരു നടപ്പല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. കാരണം എൻ്റെ വിശ്വാസ ജീവിതവുമായിട്ട് ഈ പ്രദക്ഷിണത്തിന് വലിയ ബന്ധമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വെറും ഒരു ഘോഷയാത്രയായിട്ട് മാറാനുള്ള അപകടവും സാധ്യതയൊക്കെ ഉണ്ട് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രധാന ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആദ്യമേ തന്നെ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വേദപാഠ കുട്ടികളോട് ടീച്ചർ ചോദിച്ചു, ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം. ഈശോയുടെ ചിത്രം കണ്ടിട്ടുള്ള കുഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ ടീച്ചറോട് ഉത്തരം പറഞ്ഞു, ടീച്ചറെ, ഈശോയുടെ ഹൃദയം പുറത്തും നമ്മുടെ ഹൃദയം അകത്തുമാണ്. ഈശോയുടെ ഹൃദയം പുറത്തും നമ്മുടെ ഹൃദയം അകത്തുമാണ്. ഇതിൽ തെറ്റുണ്ടോ ശരിയില്ലോ എന്നുള്ളതല്ല ചോദ്യം, മറിച്ച് നിഷ്കളങ്കമായ ആ ഉത്തരത്തിൽ നിന്ന് ഞാൻ ഇന്ന് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കർത്താവിൻ്റെ ഹൃദയം പുറത്താണ്. കാരണം എന്താണ്? കർത്താവിൻ്റെ ഹൃദയം അനേകരെ തഴുകിക്കൊണ്ട്, അനേകരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അനേകർക്ക് സമാധാനം കൊടുത്തുകൊണ്ട്, കാരുണ്യം കൊടുത്തുകൊണ്ട് നമ്മളെയൊക്കെ തഴുകി നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട്. നമ്മൾ പറയാറുണ്ട്, ഒരുപക്ഷെ ഈ പുൽപ്പള്ളിയുടെ ഹൃദയമായിട്ട് ഞാൻ ഈ ദേവാലയത്തെ കാണുകയാണ്, അല്ലേ? എൻ്റെ ഇടവകപ്പള്ളി എൻ്റെ ഈ പട്ടണത്തിൻ്റെ ഹൃദയമായിട്ട് മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ഇടവക ദേവാലയം ഹൃദയമാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിൻ്റെ സ്പന്ദനമെന്ന് പറയുക. ഈ ഹൃദയം ഇടിക്കുന്നത് നിങ്ങളുടെ സ്പന്ദനം കൊണ്ടാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ഊർജ്ജത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുക. അതല്ലെങ്കിൽ വെറും ഒരു ആഘോഷം മാത്രമായിട്ട് ഈ തിരുനാൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് ഇന്ന് അർത്ഥമുണ്ടാവുകയാണ്. ഈ ഇടവകയാകുന്ന ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറുകയാണ്. ചിലരൊക്കെ സ്പന്ദനമല്ലാതെ മാറുന്നുണ്ടെങ്കിൽ ഈ ഇടവകയ്ക്ക് അത് ക്ഷീണമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ ഇടവകയുടെ സ്പന്ദനത്തിന് കുറവുകൾ വരുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനുള്ള സമയം കൂടിയാണ് ഇടവക തിരുനാൾ എന്നാണ് ഞാൻ കരുതുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയം പുറത്താണ്. നമ്മളെ തഴുകിക്കൊണ്ട്, നമ്മളെ സമാധാനപ്പെടുത്തിക്കൊണ്ട്, നമ്മളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ അൽത്താരന് മുമ്പിലുണ്ട് നമ്മൾ തിരിച്ചറിയുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ ദേശാടന പക്ഷികളെ പറ്റി ഒരുപക്ഷെ കേട്ടിരിക്കാം. ഈ ദേശാടന പക്ഷികൾ അവര് കുറെ കാലം ഒരു സ്ഥലത്ത് കയറി കുറെ കഴിയുമ്പോൾ മറ്റൊരു സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങും.
അങ്ങനെ മറ്റൊരു സ്ഥലത്ത് ചെന്ന് അവർ വലിയ മരങ്ങളിൽ ചേക്കേറും. ഇവര് പുതിയ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന ഏതാനും കാര്യങ്ങൾ വളരെ രസകരമാണ്. തങ്ങളുടെ കൂട്ടത്തിൽ ധൈര്യശാലിയായ കൂട്ടുകാരനെ പുതിയ സ്ഥലം കണ്ടെത്താനായിട്ട് അവർ പറഞ്ഞയക്കും. ഈ ധൈര്യശാലിയായ കൂട്ടുകാരൻ പുതിയ സ്ഥലത്ത് ചെന്ന് അവിടെ അവർക്ക് വാസയോഗ്യമാണെന്ന് കണ്ടെത്തിയാൽ, പ്രത്യേകിച്ച് ജലത്തിൻ്റെ ഒക്കെ ലഭ്യതയുള്ള സ്ഥലം, ഭക്ഷണത്തിൻ്റെ ലഭ്യത സ്ഥലം, അതോടൊപ്പം തന്നെ ഉയർന്ന ശിഖരങ്ങളുള്ള മരങ്ങൾ ഉള്ള സ്ഥലം ഒക്കെ കണ്ടെത്തിയാൽ ഈ കൂട്ടുകാരൻ തിരികെ വന്ന മറ്റു കൂട്ടുകാരെയും കൊണ്ട് ഈ പുതിയ സ്ഥലത്തേക്ക് പോകും. അങ്ങനെയാണ് അവർ ചെയ്യുക. ഇനി ഇവർ പറഞ്ഞു വിട്ട കൂട്ടുകാരൻ തിരികെ വന്നില്ലെന്ന് കരുതുക. അവർക്ക് മനസ്സിലാകും തങ്ങൾ പറഞ്ഞയച്ച കൂട്ടുകാരൻ ഏതോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? മറ്റൊരു കൂട്ടുകാരനെ മറ്റൊരു ദിക്കിലേക്ക് അവരയക്കും. അങ്ങനെ ആ മറ്റൊരു ദിക്കിൽ പോയ കൂട്ടുകാരൻ അവിടെ എല്ലാം ഓക്കെ ആണെന്ന് മനസ്സിലായാൽ തിരികെ വന്ന് മറ്റുള്ളവരെയും കൂട്ടി പോകും. ഇനി ഇവര് എല്ലാവരും കൂടി പുതിയ സ്ഥലത്ത് ചേക്കേറുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രകാരമാണ്, മരത്തിന് മുകളിലെ ഏറ്റവും മുകളിലത്തെ ശിഖരം, മരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ശിഖരം ഇവർ ചേക്കേറാനായിട്ട് ഉപയോഗിക്കുകയില്ല എന്നാണ് പറയുക. ഇതിന് പറയുന്ന കാരണം ഇതാണ്: തങ്ങൾക്ക് മുൻപേ പോയി അപകടത്തിൽപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓർമ്മിക്കാൻ ഈ മരത്തിന് മുകളിലെ ഏറ്റവും മുകളിലത്തെ ശിഖരം അവരെ ഒഴിച്ചിടും. തങ്ങൾക്ക് മുൻപേ പോയി അപകടത്തിൽപ്പെട്ട, ജീവൻ തങ്ങൾക്ക് വേണ്ടി കൊടുത്ത തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓർമ്മിക്കാൻ ഈ മരത്തിന് മുകളിലെ ഏറ്റവും മുകളിലത്തെ ശിഖരം അവര് ഒഴിച്ചിടുമെന്നാണ് പറയുക. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും മുകളിലായി എൻ്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ തിരുനാള് ഇവിടെ അർത്ഥപൂർണമായിട്ട് മാറുകയാണ്. എൻ്റെ സാമ്പത്തിക പരാജയങ്ങൾക്കെല്ലാം മുകളിൽ എൻ്റെ ദൈവത്തിന് ഞാൻ സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ തിരുനാളിന് അർത്ഥമുണ്ടാവുക തന്നെ ചെയ്യും. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും മുകളിൽ എൻ്റെ ദൈവത്തിന് സ്ഥാനമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ഇടവക തിരുനാളിന് അർത്ഥമുണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന തിരുനാളായിട്ട് നിങ്ങളുടെ ഇടവക തിരുനാൾ മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നാളെ തിരുനാൾ സമാപിക്കുമ്പോൾ നിങ്ങൾ പറയും, തിരുനാളിന് കൊടിയിറങ്ങി എന്ന് പറയും. ഈ കൊടിയിറങ്ങുന്നത് എൻ്റെ വിശ്വാസ ജീവിതത്തുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഈ തിരുനാളിന് കൊടിയിറങ്ങുമ്പോൾ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ കൊടി ഒരു പടി കൂടി ഉയർന്നിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയും, അച്ഛാ തിരുനാൾ വെടിയും പുകയുമായിട്ട് അവസാനിച്ചു, കലാപരിപാടിയോടെ അവസാനിച്ചു, നല്ല ബാൻഡ് സെറ്റോടെ അവസാനിച്ചു നമ്മൾ പറഞ്ഞു നിർത്തേണ്ടി വരും. മറിച്ച് എൻ്റെ വിശ്വാസ ജീവിതത്തിന് ഉണർവ് നൽകുന്ന ഒരു തിരുനാളായിട്ട് എൻ്റെ ഇടവക തിരുനാൾ സമാപിച്ചു എന്ന് പറയുന്നവരെ നമുക്ക് ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ആ ഒരു മനോഭാവത്തിലേക്ക് വരാനുള്ള തീരുമാനമെടുക്കുന്ന തിരുനാളായിട്ട് ഈ ഇടവക തിരുനാൾ മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. ഒരുപാട് പേര് പറയാറുണ്ട്, അച്ഛാ വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ പ്രാർത്ഥന തമ്പുരാൻ കേൾക്കുന്നില്ലല്ലോ. വർഷങ്ങളായിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മക്കൾക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ, അവരെ ഉന്നതിയിൽ എത്തുന്നില്ലോ എന്ന് പറയുന്ന സങ്കടം പറയുന്ന ഒരുപാട് മാതാപിതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ദൈവത്തിനാണ് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണം. ആ കാത്തിരിക്കാനുള്ള ക്ഷമയും എളിമയും നമുക്കുണ്ടാകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ 2 ആപ്പിളുകൾ ഉണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ ഒരാപ്പിൾ എനിക്ക് തരുമോ, അമ്മയ്ക്ക് തരുമോ? ആ കുഞ്ഞ് വലത് കയ്യിലിരുന്ന ആപ്പിൾ എടുത്തൊരു കടി കൊടുത്തു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ആ ആപ്പിൾ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അമ്മയ്ക്ക് സങ്കടമായി. അമ്മ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മോളുടെ ഇടത് കയ്യിലിരിക്കുന്ന ആപ്പിൾ എനിക്ക് തരാമോ? ഉടനെ ഇടത് കയ്യിലിരിക്കുന്ന ആപ്പിൾ കൂടി ആ കൊച്ചെടുത്ത് കടിച്ചു. അപ്പോൾ അമ്മയ്ക്ക് തീരെ സങ്കടമായി. അതിനുശേഷം ഈ കുഞ്ഞ്
തൻ്റെ വലതു കയ്യിലുണ്ടായിരുന്ന ആപ്പിള് അമ്മയ്ക്ക് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ, ഈ ആപ്പിളിനാണ് മധുരം കൂടുതൽ, അതുകൊണ്ട് ഈ ആപ്പിള് അമ്മ കഴിച്ചോളൂ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, മനസ്സിലാക്കണം. ഒരുപക്ഷെ ഞാൻ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഫലമില്ലെന്ന് ചിലപ്പോൾ ഞാൻ വിചാരിച്ചേക്കാം. തമ്പുരാൻ എനിക്ക് നല്ലത് കാത്തുവെച്ചിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ അപേക്ഷകൾ താമസിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അപേക്ഷകൾക്ക് മറുപടി താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, തമ്പുരാൻ കൂടുതൽ മെച്ചമായത് എനിക്ക് തരാൻ വേണ്ടി കാത്തുവെക്കുന്നതാണ്. ബെസ്റ്റ് ആയിട്ടുള്ളത് കർത്താവ് എനിക്ക് തരാൻ വേണ്ടി കാത്തുവെച്ചിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഈ തിരുനാൾ ആഘോഷത്തിന്റെ ചൈതന്യം പേരിൽ നമുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് യാത്രയാകാം. പരിശുദ്ധ അമ്മയും വിശുദ്ധ സെബസ്ത്യാനോസും വിശുദ്ധ അൽഫോൻസാമയും ഒക്കെ നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയായിട്ട് നിൽപ്പുണ്ട്. ഒരുപാട് ആത്മീയ വെല്ലുവിളികളുമായിട്ട് അവർ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. സാധാരണ ചോദിക്കും, അച്ഛാ, വിശുദ്ധരെങ്ങനെയാണ് വിശുദ്ധരായിട്ട് തീർന്നത്? വിശുദ്ധരാകാൻ എളുപ്പ വഴി വല്ല ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. മാർപ്പാപ്പ വത്തിക്കാനിൽ ഔദ്യോഗികമായിട്ട് വിശുദ്ധരെന്ന് വിളിക്കുന്നവർ മാത്രമാണോ വിശുദ്ധരായിട്ടുള്ളത് എന്നും ചോദിച്ചേക്കാം. ഒരുപക്ഷെ ഈ പുൽപ്പള്ളി ഇടവകയിൽ ഒരുപാട് അപ്പന്മാരും അമ്മമാരും മക്കളും കാർലോ അക്വിറ്റസുമാരും ഒക്കെ ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വിശുദ്ധരെ എങ്ങനെയാണ് വിശുദ്ധരായിട്ട് തീരുക? ഞാൻ കരുതുക, വിശുദ്ധരായി തീർന്നത് മാമോദീസ വേളയിൽ അവർക്ക് ലഭിച്ച വെള്ള വസ്ത്രത്തിന്റെ വിശുദ്ധി ജീവിതത്തിന്റെ അവസാനം വരെ കാത്തു സൂക്ഷിച്ചതിന് ദൈവം കൊടുത്ത സമ്മാനം, അതാണ് വിശുദ്ധി എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, മാമോദീസ ജലം വീണപ്പോൾ, മാമോദീസ വേളയിൽ കിട്ടിയ വെള്ള വസ്ത്രം നമ്മൾ ധരിച്ചപ്പോൾ നമുക്ക് തമ്പുരാൻ തന്ന ആത്മീയ ജീവിതത്തിന്റെ വിശുദ്ധി എവിടെയെങ്കിലുമൊക്കെ കളഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ചിലപ്പോൾ പറയുക, വെച്ചാൽ ഈ വെള്ള വസ്ത്രം ഇങ്ങനെ ഫേഡായി ഇങ്ങനെ മഞ്ഞയായിട്ടുണ്ട്. നമുക്കറിയാം, വെള്ള മഞ്ഞയായുള്ള അവസ്ഥ നമുക്കറിയാം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രത്യേകതയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തെ, എൻ്റെ കുമ്പസാര ജീവിതത്തെ, കുർബാന ജീവിതത്തെ ശക്തിപ്പെടുത്താനുള്ള അവസരമായിട്ട് ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഈ തിരുനാൾ അർത്ഥമുണ്ടാകും. വിശുദ്ധരായി തീർന്നത് ഈ വെള്ള വസ്ത്രത്തിന് അവരെ കൊടുത്ത വില കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ള വസ്ത്രം മലിനമാകാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും തങ്ങളുടെ ജീവിതം വിട്ടുകൊടുത്തുകൊണ്ട് ഈ വെള്ള വസ്ത്രത്തിന് അവര് വില നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് ഇന്ന് വിശുദ്ധരെന്ന് അറിയപ്പെടുക. വിശുദ്ധ സെബസ്ത്യാനോസും വിശുദ്ധ അൽഫോൻസാമയും പരിശുദ്ധ അമ്മയും ഒക്കെ അപ്രകാരം ഈ വില കൊടുത്തവരാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടു. 13-ാം അധ്യായം 44-ാം വാക്യം പ്രകാരമാണ്, തനിക്കുള്ളതെല്ലാം വിറ്റ് നിധിയുള്ള വയൽ വാങ്ങിയ മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഉള്ളതെല്ലാം വിറ്റിട്ട് നിധിയുള്ള വയൽ വാങ്ങിയ മനുഷ്യൻ. അങ്ങനെയെങ്കിൽ വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ സെബസ്ത്യാനോസും അവരുടെ സഹനങ്ങൾ എല്ലാം വിറ്റിട്ട് എന്താണ് വാങ്ങിയത്? സ്വർഗമാണ് വാങ്ങിയത്. തങ്ങൾക്കുണ്ടായിരുന്ന തങ്ങളുടെ വേദനകളൊക്കെ വിറ്റിട്ട്, ദൈവത്തിന് വിറ്റിട്ട് അവര് സ്വർഗം വാങ്ങിയത് കൊണ്ടാണ് അവര് വിശുദ്ധനായിട്ട് കരുതുക. പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ വേദനകളൊക്കെ ദൈവത്തിന് കൊടുത്തിട്ട് സ്വർഗമായി, അല്ലെങ്കിൽ കുടുംബത്തെ സ്വർഗമാക്കി മാറ്റുന്ന ഒരുപാട് അപ്പന്മാരും അമ്മമാരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്നാണ് ഞാൻ കരുതുക. തങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സഹനങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോഴും ഇതെൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ഏറ്റെടുക്കുന്നതെന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് അമ്മമാരും അപ്പന്മാരും ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ കരുതുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയോടെ ആയിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, വിശുദ്ധനായി തീർന്നത് ദൈവത്തെ മാനിച്ചതിന് ദൈവം കൊടുത്ത സമ്മാനമാണ് വിശുദ്ധി എന്ന് പറയുക. ദൈവത്തെ നമ്മൾ മാനിച്ചാൽ ദൈവം നമ്മെ മാനിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വിശുദ്ധര്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മാനിച്ച് ജീവിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്, എനിക്കറിയാം. ഒന്നാം സ്ഥാനം സുവിശേഷത്തിന് കൊടുക്കുന്ന ഒരുപാട് മനുഷ്യർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കല് ഒരു കുടുംബനാഥ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മക്കൾക്ക് വേദപാഠത്തിന് ഒരു മാർക്ക് കുറഞ്ഞാൽ എനിക്ക് സങ്കടമാകും. സ്കൂളിൽ അവൻ തോറ്റാലും എനിക്ക് വിഷയമില്ല, പക്ഷേ വേദപാഠ പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കുറഞ്ഞാൽ അത് എനിക്ക് ഒത്തിരി എന്നെ സങ്കടപ്പെടുത്തുമെന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ആത്മീയ ജീവിതത്തിന് ഞാൻ ഭൗതിക ജീവിതത്തിന് കൊടുക്കുന്ന പകുതി പരിശ്രമമെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.
അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ദൈവത്തെ മാനിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ദൈവത്തെ മാനിക്കുന്ന കുടുംബങ്ങളെ ദൈവവും മാനിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കാം, രോഗങ്ങളുടെ പ്രതിസന്ധി ഉണ്ടായിരിക്കാം. പക്ഷേ അവർ ദൈവത്തെ മാനിച്ച് ജീവിക്കുന്നത് കൊണ്ട് ദൈവം അവരെ തകർക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചിത്രം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തെ മാനിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. മറ്റൊരു കാര്യം, നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കി മാറ്റുന്ന ഒരു തിരുനാളായിട്ട് മാറട്ടെ എന്നാണ് എൻ്റെ എളിയ പ്രാർത്ഥന. യൗസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണി യേശുവും ചേർന്ന തിരുക്കുടുംബത്തിൻ്റെ വലിയ മാധ്യസ്ഥ ശക്തി നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ എളിയ പ്രാർത്ഥന. പലപ്പോഴും നമ്മൾ യൗസേപ്പ് പിതാവിനെ നട്ടലില്ലാത്ത പിതാവ് എന്നൊക്കെ ചിലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ് കാണുക. ആരെ പറ്റിയാണ് പറയുന്നത്? യൗസേപ്പ് പിതാവിനെ പറ്റിയാണ് പറയുന്നത്. താൻ എടുത്ത തീരുമാനത്തിന് മാറ്റം വരുത്തുന്ന യൗസേപ്പ് പിതാവ് 1-ാമത്തെ അധ്യായത്തിൽ 19-ാം വാക്യം കഴിഞ്ഞ് 24-ാമത്തെ വാക്യം എത്തുമ്പോൾ നമ്മൾ കാണുന്നു അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു എന്നാണ്. ഇതെന്താണ് വ്യത്യാസം? താൻ ആദ്യം എടുത്ത തീരുമാനം തൻ്റെ തന്നെ തീരുമാനമായിരുന്നു. പിന്നീട് എടുത്ത തീരുമാനം അത് തൻ്റെ നട്ടെല്ലിനെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വിട്ടുകൊടുത്തപ്പോഴാണ് യൗസേപ്പ് പിതാവ് തിരുക്കുടുംബത്തിൻ്റെ അപ്പനായിട്ട് മാറിയത്. പ്രിയപ്പെട്ട പിതാക്കന്മാർ, ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ തന്നെ എടുക്കുന്ന ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഇത് ശരിയാണ്, ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം കൃത്യമാണെന്നൊക്കെ വിചാരിക്കുമ്പോഴും മറ്റൊരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അത് ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് നിങ്ങളുടെ തീരുമാനത്തെ നിസ്കരിക്കുന്നതല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ തീരുമാനത്തിന് നിങ്ങളെ വിട്ടുകൊടുക്കുന്നതാണ്. ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുന്ന നട്ടലുള്ള പിതാക്കന്മാരെയാണ് യൗസേപ്പ് പിതാവ് സംരക്ഷിക്കുക. ഈ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കാനാണ് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ ശക്തി നമ്മൾ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നത്. യൗസേപ്പ് പിതാവിന്റെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായി. നിരന്തരം ചോദ്യങ്ങൾ തന്നെയായിരുന്നു യൗസേപ്പ് പിതാവിന്റെ ജീവിതത്തിൽ. മുന്നോട്ടുള്ള വഴികൾ അന്ധകാരമായപ്പോഴും ഇത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് യൗസേപ്പ് പിതാവ് തിരിച്ചറിഞ്ഞപ്പോഴാണ് കുടുംബത്തിൻ്റെ അപ്പനായിട്ട്, തിരുക്കുടുംബത്തിൻ്റെ അപ്പനായിട്ട് മാറിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാക്കന്മാരെ, നിങ്ങൾ ഓരോരുത്തരും തിരുക്കുടുംബത്തിൻ്റെ അപ്പന്മാരായിട്ട് മാറട്ടെ. ഈ പുൽപ്പള്ളി ഇടവകയിലെ ഓരോ കുടുംബത്തിൻ്റെയും അപ്പന്മാർ തിരുക്കുടുംബത്തിൻ്റെ അപ്പന്മാരായിട്ട് മാറട്ടെ എന്നാണ് എൻ്റെ എളിയ പ്രാർത്ഥന. പരിശുദ്ധ അമ്മയെ മഹത്വമുള്ളതാക്കി തീർക്കുന്നത് ഈശോയുടെ അമ്മ എന്നത് മാത്രമല്ല, മറിച്ച് പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ വചനത്തിന് പൂർണ്ണമായിട്ട് വഴങ്ങി ജീവിച്ചു എന്നതാണ് പരിശുദ്ധ അമ്മയെ ഏറ്റവും മഹത്വമുള്ളതാക്കി മാറ്റുന്നത്. പരിശുദ്ധ അമ്മ ദൈവദൂതന്റെ മുമ്പിൽ പറഞ്ഞ യെസ്സിന് ഒരുപാട് അർത്ഥവും ആഴവും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ദമ്പതിമാരെ, നിങ്ങൾ ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് യെസ് പറഞ്ഞ ദിവസം നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മയുണ്ടാകാം. കർത്താവിനോട് ചേർന്ന് യെസ് പറഞ്ഞപ്പോൾ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാകുമെന്ന് യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പായിരുന്നു. ദൈവത്തിൻ്റെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതം ആരംഭിച്ചപ്പോൾ ഇത് ദൈവം ഏറ്റെടുക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും കർത്താവിൻ്റെ ആൾക്കാരോട് ചേർന്ന് ജീവിക്കുന്നതെന്ന് ഞാൻ കരുതുകയാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ ചേർന്ന് നിൽക്കണം. ദൈവത്തിൻ്റെ ഹിതം അവിടെ ഉണ്ട് എന്ന് പരിശുദ്ധ അമ്മയെ പോലെ നിങ്ങൾ തിരിച്ചറിയണം. ഒരുപാട് ചോദ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ദൈവത്തോട് ചോദിക്കാനുണ്ടാകാം, ഒരുപാട് പരാതികൾ ദൈവത്തോട് പറയാനുണ്ടാകാം. പക്ഷേ ഈ പരാതിക്ക് അപ്പുറം ദൈവത്തിൻ്റെ ഹിതമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിന് അർത്ഥമുണ്ടാവുക എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണം. പരിശുദ്ധ അമ്മയുടെ വലിയ മാനസിക ശക്തി അനുഭവിക്കുന്നവരാണ് ഇവിടെയുള്ളതെന്ന് എനിക്കറിയാം. ജപമാല പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചിട്ടുള്ള കുടുംബങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ചിലരോട് പറയും അച്ഛാ, ഈ ജപമാല പ്രാർത്ഥനയിൽ എനിക്ക് ആഴപ്പെടാൻ പറ്റുന്നില്ല, പരിശുദ്ധ കുർബാനയിൽ ആഴപ്പെടാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ജപമാല പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരികെ കൊണ്ടുവരുവാനുള്ള തീരുമാനം എടുത്തിട്ട് വേണം നമ്മൾ തിരികെ വീട്ടിലേക്ക് പോകാൻ. അതല്ലെങ്കിൽ പരിശുദ്ധ അമ്മ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഏതോ ഒരു സമ്മാനം പോലെ ആയിരിക്കും പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഈ തിരുനാൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിലുണ്ട് എന്ന് ഉറപ്പോടെ പറയാൻ പറ്റുന്ന വിധത്തിൽ ജപമാല പ്രാർത്ഥനയെ ശക്തിപ്പെടുത്താൻ നമുക്ക് തീരുമാനമെടുക്കാം.
ഒരിക്കൽ ഡോൺ ബോസ്കോയ്ക്ക് സ്വപ്നത്തിൽ ഡൊമിനിക് സാവിയോ പ്രത്യക്ഷപ്പെട്ടു. ഡൊമിനിക് സാവിയോ ഡോൺ ബോസ്കോയുടെ ആത്മീയ പുത്രനായിരുന്നു. ഡോൺ ബോസ്കോയ്ക്ക് ഡൊമിനിക് സാവിയോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വെള്ള വസ്ത്രമൊക്കെ അണിഞ്ഞ് കയ്യിലൊരു പൂച്ചെണ്ടുമായിട്ടാണ് ഡൊമിനിക് സാവിയോ നിന്നത്. ഡോൺ ബോസ്കോ ചോദിച്ചു, ഡൊമിനിക് സാവിയോ, എന്താണ് നീ ഈ പൂച്ചെണ്ടൊക്കെയായിട്ട് വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് നിൽക്കുന്നത്? ഡൊമിനിക് സാവിയോ പറഞ്ഞു, ഈ വെള്ള വസ്ത്രം ഞാൻ ജീവിച്ച വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രതീകമാണ്. അതിന് ദൈവം തന്ന വസ്ത്രമാണ്, ഈ സമാന വസ്ത്രമാണ് ഈ വെള്ള വസ്ത്രം എന്ന് പറഞ്ഞു. ഡോൺ ബോസ്കോ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന ഈ പൂച്ചെണ്ട് എന്തിൻ്റെ പ്രതീകമാണ്? ഡൊമിനിക് സാവിയോ പറഞ്ഞു, ഈ പൂച്ചെണ്ട് എൻ്റെ ലോകത്തിലെ ജീവിതത്തിൽ എന്നെ സ്വർഗത്തിലേക്ക് എത്തിച്ച പുണ്യങ്ങളുടെ ഒരു കൂട്ടമാണ്, പൂക്കളുടെ ഒരു കൂട്ടമാണ് ഈ പൂച്ചെണ്ട് എന്ന് പറഞ്ഞു ഡൊമിനിക് സാവിയോ. അപ്പോൾ ഡോൺ ബോസ്കോ ഡൊമിനിക് സാവിയോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഈ പൂച്ചെണ്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുഷ്പം നീ എടുക്കുക എന്ന് പറഞ്ഞു. ഡൊമിനിക് സാവിയോ യാതൊരു സംശയം കൂടാതെ ഒരു വെള്ള പുഷ്പമെടുത്ത് ഡോൺ ബോസ്കോയുടെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പം, ഇത് പരിശുദ്ധ അമ്മയുടെ പ്രതീകമാണ്. എൻ്റെ സ്വർഗീയ യാത്രയിലേക്കുള്ള വഴിയിൽ, എൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ എനിക്ക് ശക്തമായ ഏറ്റവും വലിയ പുണ്യമായിട്ട് വർദ്ധിച്ചത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് ഈ പുഷ്പത്തെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതെന്ന് ഡൊമിനിക് സാവിയോ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി എന്ന് നമ്മൾ പരിശുദ്ധ അമ്മയെ വിളിക്കാറുണ്ട്. വിജയങ്ങൾക്കുള്ള കുറുക്കുവഴികൾ നമ്മൾ തേടാറുണ്ട്. ഭൗതികമായ കുറുക്കുവഴികൾ തേടുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്താനുള്ള കുറുക്കുവഴികൾ നേടാൻ പരിശുദ്ധ അമ്മയുടെ അടുത്തെത്തിയേ മതിയാകൂ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. അതല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതം വളർന്നുകൊണ്ടേയിരിക്കും, ആത്മീയ ജീവിതം തളർന്നുകൊണ്ടേയിരിക്കും. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ അപകടം. ചിലർ പറയേണ്ട, അച്ഛാ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട്, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ മക്കൾക്ക് ഇതിൽ വലിയ വിശ്വാസമൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ മക്കൾ കുമ്പസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ ചേർത്ത് പിടിക്കണം. ഒരിക്കൽ ഒരാൾ പറഞ്ഞതുപോലെ, അച്ഛാ, ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന മുമ്പേ അവൻ പറന്നുപോയി. ശരിയായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ചെറുപ്പത്തിൽ തന്നെ നമ്മൾ മക്കളെ ചേർത്ത് പിടിക്കണം. വലുതായിട്ട് ചേർത്ത് പിടിക്കാമെന്ന് കരുതിയാൽ അവർ ഒരുപാട് അകലങ്ങളിലേക്ക് പോയിരിക്കും. പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബം തിരുക്കുടുംബമായി മാറുന്നത് പരിശുദ്ധ അമ്മയോടും യൗസേപ്പ് പിതാവിനോടും ചേർത്ത് നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോഴാണ്. അതിനാദ്യം അപ്പൻ കുടുംബത്തിന്റെ യഥാർത്ഥ അപ്പനായിട്ട് മാറണം, തിരുക്കുടുംബത്തിന് അപ്പനായിട്ട് മാറണം, തിരുക്കുടുംബത്തിന് അമ്മയായിട്ട് മാറണം. അപ്പോൾ മക്കൾക്ക് മനസ്സിലാകും, എൻ്റെ കുടുംബത്തിൽ തിരുക്കുടുംബത്തിന് അപ്പനുണ്ട്, എൻ്റെ കുടുംബത്തിൽ തിരുക്കുടുംബത്തിന് അമ്മയുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോഴാണ് നിങ്ങളുടെ തിരുക്കുടുംബം യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് മാതൃക നൽകുന്ന തിരുക്കുടുംബമായിട്ട് മാറുക. അതിനായിട്ട് ഈ തിരുനാൾ ദിവസങ്ങളിൽ, ഈ പ്രധാന ദിവസം വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കൂദാശ ജീവിതം അത് ക്രിസ്ത്യാനിയുടെ ശക്തമായ സാന്നിധ്യമായിട്ട്, കർത്താവിൻ്റെ സാന്നിധ്യമുള്ള കൂദാശ ജീവിതം നമ്മൾ അനുഭവിക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കണം, കൂദാശകൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കണം. വെറും സമയം പോക്കായിട്ട് ഞായറാഴ്ച ആചരണത്തെ വിശുദ്ധ കുർബാനയെ കാണരുത്. നമ്മൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി അകലങ്ങളിലേക്ക് ഓടുന്നവരായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇടവക പള്ളിയുടെ അൾത്താരയിൽ എല്ലാ ദിവസവും എനിക്കായിട്ട് മുറിയപ്പെടുന്ന തിരുശരീരത്തിനും തിരുരക്തത്തിനും എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹമായിട്ട് മാറുക. അതുകൊണ്ട് ഈ അൾത്താരോട് ചേർന്ന് ജീവിക്കാൻ, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കാൻ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കാൻ, കുമ്പസാരത്തോട് ചേർന്ന് ജീവിക്കാൻ ഈ തിരുനാൾ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന, ദൈവത്തിന് എൻ്റെ കുടുംബത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന തിരുനാളായിട്ട് മാറാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുന്ന ജീവിതമായിട്ട് മാറാൻ, എൻ്റെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന തിരുനാളായിട്ട് മാറാൻ ഈ ഇടവക തിരുനാൾ മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.